എങ്ങനെയാണ് ഒരു ഫോട്ടോനെ കാർട്ടൂൺ വേർഷനിൽ ആക്കുന്നത് ഒരു ഫോട്ടോനെ എങ്ങനെയാണ് കാർട്ടൂൺ വേർഷനിൽ ആക്കണത് എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. ഓക്കെ, ആദ്യം തന്നെ ടൂൺമി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോണത്. നെക്സ്റ്റ് കൊടുക്കാം. ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം ഉണ്ട്. പ്രോസസ്സിങ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എഫക്റ്റ് ഒക്കെ കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സേവ് ടു ഡിവൈസ് കൊടുക്കാം. ഡൗൺലോഡ് ആയിക്കോളും. നമ്മുടെ ഗാലറിയിൽ ഡൗൺലോഡായി വന്ന് കിടക്കും. ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ക്യാൻവ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് പ്ലസ് സൈൻ കൊടുക്കുക. കസ്റ്റമൈസ് സൈസ് കൊടുക്കുക. ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 21, ചില മിഡ് സൈസ് 21, ഹൈറ്റ് സൈസ് 29.7 29.7, ഹൈറ്റ് സൈസ് 21 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ക്യാൻവാസിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സൈസ് എന്ന് പറയുന്നത് A4 സൈസാണ്. A4 സൈസിൻ്റെ ലാൻഡ്സ്കേപ്പിലാണ് ചെയ്യാൻ പോണത്. ഇനി ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് സെലക്ട് ചെയ്യാം. ഇനി വേറൊരു വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഉണ്ടല്ലോ, കാർട്ടൂൺ ഇമേജ്, അതിനെ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ സെലക്ട് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. സെലക്ട് ചെയ്യാം. അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കാം. ഇതേപോലെയും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. പക്ഷേ അവിടെ ടൂൺമി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി വേറൊരു വേർഷന് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്ന് പറയാമല്ലോ. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ആപ്പിന് സെലക്ട് ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ലോഡ് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്യാം.